അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും ഫാത്തിമ പൊന്നൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ബിസ്മില്ല. അപ്പോൾ ഇന്ന് ഒന്ന് കുറച്ച് വയ്യാത്തൊരു ദിവസമാട്ടോ. ഭയങ്കര തലവേദന ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ ഇതൊന്നും ഉണ്ടാക്കാനൊന്നും വയ്യ. അപ്പോൾ എന്നത്തെയും പോലെ കിച്ചണിലൊക്കെ കയറിയൊക്കെ റെഡിയാക്കി. ഇന്ന് രസം തിളപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഉരുളക്കിഴങ്ങിൻ്റെ ഈസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഓംപ്ലേറ്റ് ഉണ്ടാക്കി. രസവും ഓംപ്ലേറ്റും പിന്നെ തൈരും. നേരം വെളുക്കുമ്പോൾ ഇക്കാൻ്റെ അടുത്ത് മേടിക്കാൻ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ കറികളുണ്ടാക്കാനും അങ്ങനെയൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ തീരെ വയ്യ, ഭയങ്കര തലവേദന ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നെ ചോറ് വെച്ച് കൂട്ടി, പിന്നെ ചായ തിളപ്പിച്ച് വെച്ചു. പിന്നെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടില്ല. ഒക്കെ റെഡിയാക്കി ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മക്കൾ ഓരോരുത്തർ കഴിക്കൽ തുടങ്ങിയിരിക്കുന്നു. സ്കൂളിലേക്കുള്ള പാത്രത്തിലാക്കിയിട്ടുണ്ട്. ചെറിയൊരു കാസറോളിലാണ് ചോറ് കൊണ്ടുപോകണം കേട്ടോ. അതെന്തിനാണ് കാസറോളിൽ ചോറ് കൊണ്ടുപോകണത് പറയാം. പിന്നെ ചെറിയ മോൾക്കുള്ള ചോറ് പാത്രത്തിലാക്കി, മൂത്ത മോൾക്കുള്ള ചോറ് പാത്രത്തിലാക്കി. രസവും പപ്പടം പൊരിച്ചതും കോഴിമുട്ട പൊരിച്ചതൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. എനിക്കും അതേപോലെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് കിച്ചണൊക്കെ ക്ലീനാക്കി എല്ലാം കഴിഞ്ഞ് പിന്നെ തിരുമ്പാളതൊക്കെ കൊണ്ടുപോയിട്ട് സോപ്പും പൊടിയിൽ ഇട്ടിച്ചു. ഇനി വന്നിട്ട് തിരുമ്പാലോ എന്ന് വിചാരിച്ചു. സമയമില്ല. അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞിട്ട് ഞാനും ചായ കുടിച്ചിട്ട് പിന്നെ സ്കൂളിലേക്ക് പോയിട്ടോ. അങ്ങനെ സ്കൂളിലെത്തി. മക്കളിനൊക്കെ ഒന്ന് അടുത്ത് വിളിച്ച് സംസാരിച്ചാണ് കേട്ടോ. അതൊരു ഹാപ്പിയാണ്. അങ്ങനെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇത് വെള്ളം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകില്ല കേട്ടോ. തൊട്ടടുത്ത വീട്ടിൽ കിണറുണ്ട്. അപ്പോൾ കിണർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ ഉമ്മാൻ്റെ അടുത്ത് കൊടുക്കുക ചെയ്യുക കുപ്പി. എന്നിട്ട് അതിലൊരു വെള്ളം നിറച്ച് തരും. ഞാൻ അങ്ങനെ ഉച്ചയായി. ഇതാണ് ഞാൻ വെള്ളം കുപ്പി കേട്ടോ. മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഈ കാസറോളിലുള്ള ഈ ചോറ് എനിക്ക് മാത്രമല്ല കേട്ടോ. ഞാനിക്ക് ഒറ്റക്ക് കഴിക്കാനാണോ ഈ കാണപ്പെട്ട ചോറൊക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കണ്ട കേട്ടോ. അവർ കടിയാണ് കൊണ്ടുവരിക മുബി. അപ്പോൾ ചോറപ്പം ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഒരാൾക്കുള്ള ചോറ് എൻ്റെ മൂടിയിലും അതേപോലെ മറ്റവർക്കുള്ള ചോറ് അവളുടെ പാത്രത്തിലും ഇട്ട് കൊടുത്ത്. പിന്നെ ഇത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. മക്കളെ കഴിഞ്ഞാൽ അതൊക്കെ വൃത്തിയാക്കൽ. പിന്നെ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇന്നൊരു മരണം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ ഞാനും ബേബിയും കൂടിയിട്ട് അവിടുന്ന് പോന്നു കേട്ടോ. അങ്ങനെ മരിച്ചിടത്തൊക്കെ പോയിട്ട് വരുമ്പോൾ 5 മണി കഴിഞ്ഞു കേട്ടോ. അവിടെ ഭയങ്കര തിക്കും തിരക്കായ കാരണം ഭയങ്കര ക്ഷീണമായി. അപ്പോൾ വന്ന വഴിക്ക് പിന്നെ വേഗം നിസ്കരിക്കാൻ നിന്നു. കുളിച്ചിട്ട് അസർ നിസ്കരിച്ചു. എന്നിട്ട് അടുക്കളയിലൊക്കെ വന്നപ്പോൾ ഉള്ള അവസ്ഥയാണിത്. മക്കൾ കൊടുന്നതും ഞാൻ കൊടുന്ന പാത്രങ്ങളൊക്കെ അതൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം കുറച്ച് ചോറെടുത്ത് കഴിച്ചു. പിന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചു. നല്ല തലവേദന ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഒന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ മക്കൾ മദ്രസ വിട്ട് വന്നു. പിന്നെ മദ്രസ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും നിസ്കാരവും ഓത്തൊക്കെ കഴിയാൻ്റെ ശേഷം ആണ് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നത്. അടുക്കള കിടത്തല്ലേ ഇപ്പോൾ ഇത്. അപ്പോൾ ഒന്ന് കിടന്ന് നീച്ചപ്പോൾ ഒന്ന് ഉഷാറായി. പിന്നെ ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. രാത്രി ഇരുട്ടാണ്. അവിടെ ചെറിയൊരു വെളിച്ചമൊക്കെ കത്തിച്ച് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു, തിരുമ്പാൻ വേണ്ടി നിന്നു. ചെറിയൊരു വെളിച്ചം ഉണ്ടാവും കേട്ടോ അവിടെ. നിലാവിൻ്റെ വെളിച്ചം നന്നായിട്ടുണ്ടാവും. പുറത്ത് വെളിച്ചവും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് അവിടെ ഊരി കിടന്നിരുന്നതും സോപ്പും പൊടി ഇട്ടച്ച് തരുന്നതും ഒക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് തിരുമ്പിയിട്ടു. എന്നാൽ നാളേക്ക് കുറച്ച് സമാധാനം ഉണ്ടാവുമല്ലോ. നേരം വെളുത്തിട്ട് പോകുമ്പോൾ പിന്നെ തിരുമ്പാണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട. ഇനി എത്ര തിരുമ്പിയിട്ട് കഴിഞ്ഞാലും നേരം വെളുക്കുമ്പോൾ ഉണ്ടാവും, അത് വേറെ കാര്യം. പിന്നെ കുറച്ച് ഔട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ ലുക്കില്ല എന്നുള്ളൂ കേട്ടോ. വൃത്തിയൊക്കെ ഉണ്ടേ. അങ്ങനെ കംപ്ലീറ്റ് ഒക്കെ തിരുമ്പിയിട്ട് വൃത്തിയാക്കി. അതിൻ്റെ അടിയിൽ ചെടി നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ രാത്രിയായാലും പകലായാലും ഒക്കെ ആ ചെടികൾക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അത് കഴിഞ്ഞ് വീണ്ടും അടുക്കളയിൽ കയറി കംപ്ലീറ്റ് കഴുകാൻ വേണ്ടി എടുത്തിട്ടിട്ട് നിൽക്കുമ്പോൾ മൂത്ത മോള് വന്നിട്ട് സ്കൂളിൽ നിന്ന് കോഴിമുട്ട കിട്ടുമല്ലോ, അത് കൊടുന്നിട്ട് ഇങ്ങനെ മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കുക കേട്ടോ, ഫ്രൈ ആക്കുക ചോർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നും ഇല്ലല്ലോ. രസം ഇഷ്ടമാണ് കേട്ടോ. രസം നല്ല ഇഷ്ടമാണ്. 2 മക്കൾക്കും ഇഷ്ടമാണ്. രസമുണ്ട്. പിന്നെന്താ കോഴിമുട്ട പൊരിച്ചതില്ല. അപ്പോൾ അത് എടുത്തിട്ട് അവർ ചോറിന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുമ്പിയതൊക്കെ അതിലുമുണ്ടായിരുന്നു കൊടുന്നിട്ട് കൊടുത്ത്. കംപ്ലീറ്റ് ആണ് നിന്ന് മടക്കിക്കോളിയും പറഞ്ഞു നോക്കുമ്പോൾ 2ആളും കൂടിയിട്ട് മടക്കി വെച്ചെന്ന് കേട്ടോ. ആ പണി ചെയ്യണ്ടല്ലോ. പിന്നെ പൂച്ച കൂടെ ഉള്ള കാരണം കൊണ്ട് പുറത്ത് നിൽക്കുമ്പോൾ സമാധാനമാണ് കേട്ടോ. എല്ലാ പണികളും ചെയ്യുമ്പോഴും ആൾ കൂടെ ഉണ്ടാവും. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിനുള്ള നന്ദി നമ്മളോട് ഉണ്ടാവും കേട്ടോ. സ്നേഹമുണ്ട്. അങ്ങനെ കിച്ചണൊക്കെ കംപ്ലീറ്റ് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി ഓരോന്ന് സെക്ഷനാക്കി പാത്രത്തിലാക്കി വെച്ചു.
ഗ്യാസൊക്കെ ക്ലീനാക്കി. ഇനി വേസ്റ്റ് കൊണ്ടുപോയിടാണ്ട് കേട്ടോ. ഇന്ന് രാവിലെ സമയമില്ലാത്ത കാരണം കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇനി രാത്രി ആയാലും വേണ്ടില്ല, അതവിടെ കൊണ്ടുപോയിടണം. വേസ്റ്റ് കൊണ്ടുപോയിടണമെങ്കിൽ ക്വാർട്ടേഴ്സിൻ്റെ ലാസ്റ്റ് തറ്റത്തേക്ക് പോകണം. അപ്പോൾ ഇനി അങ്ങനെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് നടന്ന് പോകണം. അങ്ങനെ ബക്കറ്റും തൂക്കി പിടിച്ച് പോവുകയാണ് മക്കളെ. അവിടെ ഒരു കുട്ടിക്ക് ചോറ് കൊടുക്കുന്നുണ്ട് ടീച്ചർ കേട്ടോ. അങ്ങനെ ഞാൻ തറ്റത്തെത്തി ടോർച്ചൊക്കെ അടിച്ച് ഫോണിൽ ലൈറ്റ് അടിച്ചിട്ട് വേസ്റ്റ് കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഇവിടെ നമ്മൾ ഈ കത്തിക്കണത് വേസ്റ്റ് ഇടാൻ ഈ ഒരു ഇതിലും ഇടും. പിന്നെ നമ്മളെ ഈ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഇത് തുറന്നിട്ട് അതിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കളയുക ചെയ്യുക. അങ്ങനെ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ബക്കറ്റൊക്കെ കഴുകിയിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ. പൂച്ച കൂടെ തന്നെ ഉണ്ട്, എൻ്റെ കൂടെ തന്നെ പൂച്ച നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ അതും കൊടുന്ന് വെച്ചതിൻ്റെ ശേഷം പിന്നെ തുടക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കി തിരുമ്പിയ ബക്കറ്റൊക്കെ കഴുകി ഇങ്ങോട്ട് കയറ്റി വെച്ചു. അങ്ങനെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടപ്പോൾ മനസ്സിനൊരു സമാധാനം. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ആ തിരുമ്പലും തുടക്കലും കിച്ചൺ ക്ലീനാക്കലും കംപ്ലീറ്റ് കഴിഞ്ഞു. ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ എന്താ, നിസ്കാരം കഴിഞ്ഞു, ഷാസ്കാരം കഴിഞ്ഞു, കുറച്ച് നേരം ഓതി. എന്നിട്ട് ഇങ്ങനെ സുഖമായിട്ടൊന്ന് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.